അപ്പോൾ PSCയുടെ വെബ്സൈറ്റിലോട്ടാണ് പോകുന്നത്. അവിടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വേറൊരു വിൻഡോ വന്നു. അവിടെ താഴെ ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന പുതിയൊരു വിൻഡോയിൽ അവിടെ നമുക്ക് നെയിം എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അവിടെ നെയിം എൻ്റർ ചെയ്യുക. ഇനിഷ്യൽ ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് എൻ്റർ ചെയ്യുക. SSLC ബുക്കിൽ പോലെ തന്നെ വേണം പേര് എൻ്റർ ചെയ്യാൻ. തൊട്ട് താഴെ വീണ്ടും പേര് റീ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. വീണ്ടും തൊട്ട് താഴത്തെ കോളത്തിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നുകൂടെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ഫാദേഴ്സ് നെയിം, അവിടെ ഫാദേഴ്സ് നെയിം SSLC ബുക്കിൽ ഉള്ളതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ മദേഴ്സ് നെയിം, അവിടെ SSLC ബുക്കിന്റെ കൂട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ റിലീജിയൻ അവിടെ നമ്മൾ ഹിന്ദു ആണെങ്കിൽ ഹിന്ദു, ക്രിസ്ത്യൻ ആണ് ക്രിസ്ത്യൻ, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ നമുക്ക് കാസ്റ്റ് എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് വേണ്ടതായിട്ടുള്ള ഇപ്പം ഫോർവേഡ് കാസ്റ്റ് ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം. ഈഴവൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്, വിശ്വകർമ്മ, തീവര, നാടാര്. പിന്നെ ബാക്കിയുള്ള കാസ്റ്റുകൾ ഇപ്പം എസിയിൽപ്പെട്ട കാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏതാണ് കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽഫബറ്റിക് കിടപ്പുണ്ട്, അതനുസരിച്ച് അത് ക്ലിക്ക് ചെയ്ത ശേഷം താഴെ സെലക്ട് ചെയ്ത് കാസ്റ്റ് കൊടുക്കുക. ഇപ്പം ഡി തുടങ്ങുന്ന ഒരു ഇതാണ്. അപ്പം ഡിയിലുള്ള കാസ്റ്റുകളെല്ലാം വരും, ഡി തൊട്ട് ജെ വരെയുള്ള കാസ്റ്റുകളെല്ലാം അവിടെ കാണിക്കും. അപ്പൊ നമുക്ക് ഏതാണ് നമ്മുടെ കാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എസ് തൊട്ട് വൈ വരെയുള്ള പേരുകൾ അവിടെ കാണിക്കും, ജാതിയും. അപ്പൊ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഫോർവേഡ് കാസ്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നെങ്കിൽ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ സബ് കാസ്റ്റിന്റെ അവിടെ ഫോർവേഡ് സബ് കാസ്റ്റ് ഉണ്ട്, പിന്നെ ഫോർവേഡ് സബ് കാസ്റ്റ് EWS ഉണ്ട്. എക്കണോമിക്കലി വീക്കെൻഡ് സെക്ഷൻ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പം ജനറൽ കാസ്റ്റിനകത്ത് എക്കണോമിക്കലി വീക്കെൻഡ് സെക്ഷൻ ആയ ആൾക്കാരുണ്ട്, അപ്പൊ അവരത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോർവേഡ് കാസ്റ്റ് സെലക്ട് ചെയ്ത് സബ് കാസ്റ്റ് EWS കൊടുക്കുക. അല്ലാതുള്ളവര് ഫോർവേഡ് സബ് കാസ്റ്റ് തന്നെ കൊടുക്കുക. മറ്റുള്ള കാസ്റ്റുകാർ മുമ്പേ പറഞ്ഞ മാതിരി കൊടുക്കുക. താഴെ ID പ്രൂഫ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആധാർ കാർഡും ഒക്കെ ഉപയോഗിക്കാം, ID കാർഡ്, പാസ്പോർട്ട് ഒക്കെ ഉപയോഗിക്കാം. ഏതാണെന്ന് വെച്ചാൽ സൂട്ടബിൾ ആയിട്ടുള്ള അവിടെ സെലക്ട് ചെയ്ത് താഴെ ആ ID കാർഡിന്റെ പ്രൂഫ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കും. തൊട്ട് താഴെ നെയിം ഓട്ടോമാറ്റിക്കലി വരും. തൊട്ട് താഴെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ യൂസർ ID നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അവിടെ യൂസർ ID നമുക്ക് ഓർത്തിരിക്കാൻ പറ്റിയ ഒരു യൂസർ ID അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. കൊടുക്കുമ്പോൾ കറക്റ്റ് അത് അവൈലബിൾ ആണെങ്കിൽ അവിടെ കാണിക്കും അവൈലബിൾ ആണെന്ന്, ഇല്ലെങ്കിൽ അവിടെ കാണിക്കില്ല. അപ്പൊ നമുക്ക് മാറ്റി എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് കൊടുക്കുക. ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു യൂസർ ID കൊടുക്കുക. അപ്പം അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തപ്പം അവിടെ ഒരു യൂസർ ID അവൈലബിൾ ആണെന്ന് കാണിച്ചു, ഇല്ലെങ്കിൽ അവൈലബിൾ അല്ലെന്ന് കാണിക്കും. അപ്പം നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് താഴെ ഒന്നുകൂടെ കൺഫേം യൂസർ ID എൻ്റർ ചെയ്യണം. തൊട്ട് താഴെ പാസ്വേഡ് എൻ്റർ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്, അവിടെ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പാസ്വേഡ് കൊടുക്കുക. പ്രത്യേകിച്ച് അവിടെ നമുക്ക് ഫോർമാറ്റ് ഒന്നുമില്ല, നമുക്ക് ഫോൺ നമ്പറോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം, കുഴപ്പമില്ല. മറ്റുള്ള വെബ്സൈറ്റിലെ കൂട്ട് അവിടെ ക്യാപ് ലെറ്റർ സ്മോൾ ലെറ്റർ ഒന്നും പറഞ്ഞിട്ടില്ല. ഓർത്തിരിക്കാൻ പറ്റുന്ന ഏത് വേർഡും അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും. തൊട്ട് താഴെ പാസ്വേഡ് റീ എൻ്റർ ചെയ്യുക, കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഏറ്റവും താഴെ അവിടെ നമുക്ക് അവിടെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യണം, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ഒരു കൺസെന്റ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, താഴെ രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അവിടെ ഒരു വിൻഡോ വരും, കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മൊബൈലിലോട്ട് നമ്മൾ കൊടുത്ത മൊബൈലിലോട്ട് ആ യൂസർ ഐഡിയും പാസ്വേഡും വരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ച് വീണ്ടും ഈ വെബ്സൈറ്റിൽ തന്നെ വന്ന് യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടെ വന്ന് എൻ്റർ ചെയ്ത് ക്യാപ്ച എൻ്റർ ചെയ്ത് താഴെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.
ഇപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് വരും. സ്റ്റെപ്പ് 1 അവിടെ നമുക്ക് പേഴ്സണൽ ഡീറ്റെയിൽസ് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാറുണ്ട്. അവിടെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ മാർക്ക് എൻ്റർ ചെയ്യണം. അപ്പൊ നമുക്ക് അത് എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ നാഷണാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് തൊട്ട് താഴെ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് സ്റ്റെപ്പ് 2 പോയി അവിടെ നമുക്ക് പെർമനന്റ് അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ വന്നു. അവിടെ നമുക്ക് ഹൗസ് നെയിം കൊടുക്കുക. ചിലയിടത്തൊക്കെ ഹൗസ് നെയിം കാണില്ല, അവിടെ നമ്പറേ കാണത്തുള്ളൂ. അപ്പം അവിടെ നമ്പർ അല്ലെങ്കിൽ ഹൗസ് നെയിം കൊടുക്കുക. തൊട്ട് താഴെ സ്ട്രീറ്റ് നെയിം അല്ലെങ്കിൽ പ്ലേസ് നെയിം. അതിന് തൊട്ട് താഴെ പോസ്റ്റ് ഓഫീസ് നെയിം. റൈറ്റ് സൈഡിൽ പിൻ നമ്പർ. പിന്നെ അതിന് തൊട്ട് താഴെ നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ താലൂക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ലോക്കൽ ബോഡി ടൈപ്പ്. ഏതാണ് പഞ്ചായത്താണ് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണ് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ ആണ് കോർപ്പറേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ ഏത് പഞ്ചായത്താണ് സെലക്ട് ചെയ്ത് കൊടുത്തത് അത് നമുക്ക് ചെയ്ത് കൊടുക്കുക. ലോക്കൽ ബോഡിയുടെ അവിടെ നമുക്ക് പഞ്ചായത്താണ് പഞ്ചായത്ത്, ഏത് പഞ്ചായത്ത്, പഞ്ചായത്തിന്റെ പേരോടെ കാണിക്കും, ആ പഞ്ചായത്ത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ വില്ലേജ്, നമ്മൾ ഏത് വില്ലേജ് ആണോ ആ വില്ലേജ് ഓഫീസിന്റെ പേര് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം എൻ്റർ ചെയ്ത ശേഷം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രസന്റ് അഡ്രസ് അത് നമുക്ക് സെയിം ആണെങ്കിൽ അവിടെ ടിക്ക് മാർക്ക് കൊണ്ട് അത് സെലക്ട് ചെയ്യുക. ബോക്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ഇമെയിൽ അഡ്രസ്. ഇപ്പം പ്രസന്റ് അഡ്രസ് മുകളിലത്തെ പെർമനന്റ് അഡ്രസ്സുമായിട്ട് വ്യത്യാസമാണെങ്കിൽ അവിടെ സെപ്പറേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടിക്ക് ബോക്സ് അവിടെ ടിക്ക് ചെയ്താൽ മതി. താഴെ ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ നമുക്ക് ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഫോൺ നമ്പർ ഓൾറെഡി നമുക്ക് അവിടെ വരും. എല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും താഴെ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ഉണ്ട്. അവിടെ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അത് വിൻഡോയിൽ നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഫോട്ടോ എന്നുള്ളത് നമുക്ക് സ്റ്റുഡിയോയിൽ എടുക്കുന്ന ഫോട്ടോയ്ക്കകത്ത് നമ്മുടെ പേര് വേണം, എടുത്ത ഡേറ്റ്, ഈ ഫോട്ടോ എന്നാണോ എടുത്തത് ആ ഡേറ്റ് അവിടെ കറക്റ്റ് ആയിട്ട് ടൈപ്പ് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള ഫോട്ടോ മാത്രമേ ഇതിനകത്ത് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. PSC എല്ലാം ഉള്ളത് റിജക്ട് ചെയ്യുമെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മളത് കറക്റ്റ് ആ ഫോട്ടോ തന്നെ വേണം. ആ ഫോട്ടോയ്ക്ക് സൈസ് ഉണ്ട്. നമ്മള് സ്കാൻ ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ ഫോട്ടോഷോപ്പിലോ അല്ലെങ്കിൽ സൈസ് കറക്റ്റ് ആക്കുന്ന സോഫ്റ്റ്വെയറിൽ ഇട്ട ശേഷം പിക്സല് 150 200 ആ ഏരിയയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കണം. ഫോട്ടോ കറക്റ്റ് ആയിട്ട് തന്നെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് അപ്ലോഡ് ആവത്തില്ല. JPEG ഫോർമാറ്റുള്ള ഫോട്ടോ ആയിരിക്കണം നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഐ എഗ്രി എന്നൊരു ബോക്സ് ഉണ്ട്. അത് ടിക്ക് ചെയ്ത ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമുക്കൊരു വിൻഡോ വന്നു. അവിടെ ബ്രൗസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ബ്രൗസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ബ്രൗസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത സമയത്ത് എവിടെയാണോ നമ്മൾ ഫയൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ഈ ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോട്ടോ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ എന്താണോ ഫോട്ടോയിലുള്ളത് ആ പേര് അവിടെ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്നാണോ ഫോട്ടോ എടുത്തത് ആ ഡേറ്റ് തൊട്ട് താഴെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്കൊരു കൺസെന്റ് ഉണ്ട്, 3 ടിക്ക് ചെയ്യണം. അത് വായിച്ചു നോക്കിയ ശേഷം ആ കൺസെന്റ് 3 ടിക്ക് ചെയ്ത ശേഷം താഴെ സേവ് ആൻഡ് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുക്കുക. അപ്പം നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ആയി. അടുത്തത് സിഗ്നേച്ചർ ആണ്. ആ സിഗ്നേച്ചർ കറക്റ്റ് ആയിട്ടുള്ള ഫോർമാറ്റിൽ കറക്റ്റ് പിക്സലിൽ ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുക. സിഗ്നേച്ചറിന്റെ പിക്സല് 150 100 150 വിഡ്ത്തും 100 ഹൈറ്റും ആയിരിക്കണം ആ ഫയലിന് വേണ്ടത്. അപ്പൊ അത് കറക്റ്റ് സെറ്റ് ചെയ്ത ശേഷം ഈ ബ്രൗസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ടിക്ക് ബോക്സ് ക്ലിക്ക് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഇതിന്റെ കറക്റ്റ് ഇതെല്ലാം ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് ആ പെൻ ടൂൾ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും താഴെ ഐ എഗ്രി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ നമുക്ക് നമ്മുടെ 5 ഘട്ടം കഴിഞ്ഞു. അടുത്ത നമ്മൾ വീണ്ടും നമുക്ക് യൂസർ ID പാസ്വേഡും കൊടുത്ത ശേഷം താഴെ ക്യാപ്ച എൻ്റർ ചെയ്ത് ലോഗിൻ കൊടുക്കുക. അപ്പൊ നമ്മുടെ
പ്രൊഫൈല് ക്ലിക്ക് ചെയ്യുക. അവിടെ ആഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത ശേഷം ആഡ് കൊടുക്കുക. നമ്മുടെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ അത് ആദ്യം നമ്മൾ SSLC കൊടുക്കുക. 10th സെലക്ട് ചെയ്യുക. ഏതാണ് പഠിച്ചത്? CBSE ആണ് CBSE, ICSE ആണ് ICSE, SSLC ആണ് SSLC സെലക്ട് ചെയ്യുക. സബ്ജക്ട് ജനറൽ, സ്ട്രീം റെഗുലർ, പിന്നെ ഏത് മന്താണ് പഠിച്ചതെന്ന് വെച്ചാൽ ആ മന്ത് ഇയർ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ നമുക്ക് റിസൾട്ട് ക്ലാസിഫിക്കേഷൻ കൊടുക്കണം. മാൻഡേറ്ററി ആയിട്ടുള്ള ഭാഗം മാത്രം ഫില്ല് ചെയ്താൽ മതി. താഴെ ക്ലാസ് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക. കൊടുത്ത ശേഷം തൊട്ട് താഴെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം തൊട്ട് താഴെ ക്യാപ്ച എൻ്റർ ചെയ്ത് സേവ് കൊടുക്കുക. വീണ്ടും ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും അടുത്ത വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം അത് സെലക്ട് ചെയ്യുക. പിന്നെ ഇവിടെ 10th കഴിഞ്ഞു, ഇനി 12th സെലക്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ ഇവിടെ +2. ഇപ്പൊ ICSE CBSE ഒക്കെയാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതാണ് സബ്ജക്ട് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. +2 കൊമേഴ്സ് ആണ് കൊമേഴ്സ്, സയൻസ് ആണ് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ് ആണ് കമ്പ്യൂട്ടർ സയൻസ്, ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇഷ്യൂ അതോറിറ്റി കേരളത്തെ പഠിച്ചെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സ്ട്രീം റെഗുലർ, പിന്നെ നമുക്ക് മന്ത് ആൻഡ് ഇയർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കഴിഞ്ഞ ശേഷം റിസൾട്ട് ക്ലാസിഫിക്കേഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഏറ്റവും താഴെ ക്യാപ്ച എൻ്റർ ചെയ്ത ശേഷം സേവ് കൊടുക്കുക. അടുത്തത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. IT ഒക്കെ പഠിച്ചിട്ടുണ്ട്, ഡിപ്ലോമ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗോ അല്ലെ ഡിഗ്രിയോ അല്ലെ PG എന്ത് പഠിച്ചാലും നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ പറ്റും. വീണ്ടും നമുക്ക് ആഡ് കൊടുക്കുക. ആഡ് കൊടുത്ത ശേഷം അടുത്തതായിട്ട് നമുക്ക് ഡിക്ലറേഷൻ കൊടുക്കണം. സെൻട്രൽ ഗവൺമെന്റ് എംപ്ലോയി ആണ് ചോദിക്കും. ആണെന്നുണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ അതിനുള്ള നമ്മൾ കറക്റ്റ് ആയിട്ട് വായിച്ചു നോക്കിയ ശേഷം ഏതാണോ സൂട്ടബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. NCC ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ S കൊടുക്കണം. സ്പോർട്സ് ഉണ്ട് S കൊടുക്കണം. അത് നമുക്കിവിടെ സ്പോർട്സ് ഉണ്ടോ കൊടുക്കുക. പിന്നെ കേസ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നൊക്കെ. അപ്പൊ കറക്റ്റ് ആയിട്ട് കൊടുത്ത ശേഷം താഴെ ക്യാപ്ച എൻ്റർ ചെയ്ത ശേഷം സേവ് കൊടുക്കുക. വീണ്ടും നമുക്ക് ഹോമിൽ പോവുക, മൈ പ്രൊഫൈൽ എടുക്കുക. വീണ്ടും നമ്മൾ ആഡ് ചെയ്യണം. ഇനി വേറെ വല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. നമുക്ക് എന്തെങ്കിലും രജിസ്ട്രേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നഴ്സിംഗ് രജിസ്ട്രേഷനോ ഫാർമസി രജിസ്ട്രേഷനോ മെഡിക്കൽ രജിസ്ട്രേഷൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്വാളിഫിക്കേഷനിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്ത് കൊടുക്കണം. അവിടെ നമുക്ക് നമ്മളെന്ത് പഠിച്ച് നമ്മൾ എന്തൊക്കെ ലാംഗ്വേജ് നമുക്ക് അറിയാവോ ആ ലാംഗ്വേജ് എല്ലാം അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം. മദർ ടങ് കൊടുക്കണം. മലയാളമാണ് മലയാളം മദർ ടങ് കൊടുക്കണം. ഇംഗ്ലീഷ്, ഹിന്ദി അറിയാമെങ്കിൽ ഹിന്ദി എല്ലാം കൊടുക്കുക. റീഡും റൈറ്റും സ്പീക്കും ഒക്കെ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ടിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ഹോമിൽ പോവുക. ഇപ്പം നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം ഇയാൾക്ക് സ്പോർട്സ് ഉണ്ടെന്ന് പറഞ്ഞ് ആ സ്പോർട്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് സ്പോർട്സ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഏത് സ്റ്റേറ്റ് ലെവലാണ് സ്റ്റേറ്റ് ലെവല്, നാഷണൽ ലെവലാണ് നാഷണൽ ലെവല്, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം. NCC ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ആ സ്പോർട്സ് എന്നുള്ള ഓപ്ഷൻ മാറ്റി NCC സെലക്ട് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഏത് പൈസ ഏതാണോ കിട്ടിയെന്നുള്ളത് അവിടെ ചെയ്ത് കൊടുത്ത ശേഷം സേവ് കൊടുക്കുക. വീണ്ടും നമ്മൾ മുകളിൽ ഹോമിൽ പോവാമെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപേക്ഷകൾ നമുക്ക് അയക്കാൻ സാധിക്കും. റൈറ്റ് സൈഡിൽ രജിസ്റ്റേർഡ് കാർഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാൻ പറ്റും. അതിൽ നമ്മുടെ യൂസർ ID എല്ലാം ഉണ്ട്. പാസ്വേഡ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് പിന്നീട് വരുന്ന നോട്ടിഫിക്കേഷൻ കയറി അപേക്ഷ വിടാൻ സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.